മാർച്ച് 7 നോമ്പുകാലത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച. ലൂക്ക 11:14 മുതൽ 23 വരെ വാക്യങ്ങൾ. വില്യം പീറ്റർ ബ്ലാറ്റിയുടെ ദി എക്സോർസിസ്റ്റ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി 1973 പുറത്തിറങ്ങിയ ദി എക്സോർസിസ്റ്റ് എന്ന സിനിമയുടെ റിലീസോടെയാണ് ഭൂതോച്ചാടനം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. 1949 14 വയസ്സ് പ്രായമുള്ള റോളണ്ട് ഡോ എന്ന ആൺകുട്ടിയുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് രചയിതാവ് വരച്ചെടുത്ത ഒരു ചിത്രമായിരുന്നു അത്. ദുരാത്മാക്കൾക്ക് മനുഷ്യരെ പിടികൂടാൻ കഴിയുമെന്ന വിശ്വാസം ചരിത്രത്തിലുടനീളം ആളുകളെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ടായിരിക്കാം ഭൂതോച്ചാടനത്തിൻ്റെ ചരിത്രം ഇതുപോലുള്ള ഭയാനകമായ കഥകളാൽ നിറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യേശു ഊമനായ ഒരു മനുഷ്യനിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്നതോടെയാണ്. സ്വാഭാവികമായും യേശുവിൻ്റെ രോഗശാന്തി ശക്തിയിൽ ജനക്കൂട്ടം ആശ്ചര്യപ്പെട്ടു. എന്നിരുന്നാലും ഭൂതങ്ങളുടെ രാജകുമാരനായ ബെൽസെബൂബിൻ്റെ ശക്തിയാൽ മാത്രമേ യേശുവിന് ഇത് ചെയ്യാൻ കഴിയൂ എന്ന് അദ്ദേഹത്തിൻ്റെ ചില വിമർശകർ വിശ്വസിച്ചു. ഇന്നത്തെ ഈ സുവിശേഷ വായന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. അതായത് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം. ഓരോ പുരുഷനും സ്ത്രീയും സാത്താൻ്റെ കൽപ്പന പിന്തുടരണോ അതോ പരിശുദ്ധാത്മാവിൻ്റെ കൽപ്പന പിന്തുടരണോ എന്ന തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. നാം പാപം ചെയ്യുമ്പോഴെല്ലാം പിശാചിനെ പിന്തുടരുന്നു. അതിനാൽ തന്നെ നാം ദൈവത്തെ അപ്രീതിപ്പെടുത്തുന്നു. എന്നാൽ നമ്മൾ ഒട്ടും നിരാശരാകേണ്ടതില്ല. യേശുവിൽ മഹാനായ ഒരു ഭൂതോച്ചാടകൻ നമുക്കുണ്ട്. യേശുവിൻ്റെയും നമ്മെ കാക്കുന്ന മാലാഖമാരുടെയും സംരക്ഷണത്താൽ നമ്മൾ സുരക്ഷിതരാണ്. നാം ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കണം. അവൻ്റെ അധികാരത്തിന് കീഴിൽ പിശാചിന് നമ്മെ ഉപദ്രവിക്കാൻ കഴിയില്ല. എപ്പോഴും പിശാച് നമ്മെ അവൻ്റെ പക്ഷത്തേക്ക് ആകർഷിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. പിശാചിൻ്റെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ നമുക്ക് ദൈവത്തിൻ്റെ പൂർണ്ണ കവചം ആവശ്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നത് പിശാചിൻ്റെ പദ്ധതിയാണ്. ലോകത്ത് നാം കാണുന്ന വിഭജനം നമ്മുടെ ഉള്ളിലെ ഈ വിഭജനത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ സമ്പൂർണതയ്ക്കായി നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത. കാരണം നാം പൂർണ്ണരാകുമ്പോൾ ഈ ലോകത്തിൽ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വക്താക്കളായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും. നാം യേശുവിൽ വസിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.